ഓരോ യാത്രയിലും നമുക്ക് പ്രിയപ്പെട്ടതായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇന്നത്തെ നമ്മുടെ യാത്രയും അങ്ങനെ വളരെ പ്രിയപ്പെട്ട ഒരു യാത്രയാവട്ടെ. ഇന്ന് നമ്മൾ യാത്ര തുടങ്ങുന്നു ഗുരുവായൂർ KSRTC ഡിപ്പോയിൽ നിന്നാണ്. ഷൈജി ചേട്ടനും സുഭാഷ് ചേട്ടനും തന്നെയാണ് ഇന്നും നമ്മുടെ യാത്രയെ നയിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം പോകുന്ന റൂട്ട് ഇപ്പോൾ തൃശ്ശൂർ, പഴയന്നൂർ, ആലത്തൂർ, നെന്മാറ, ദെൻ നെല്ലിയാമ്പതി. നമ്മളുടെ അപ്പോൾ ഇന്നത്തെ യാത്ര നെല്ലിയാമ്പതിയിലേക്കാണ്. പോകുന്ന വഴികളിൽ കാണുന്ന മനോഹരമായ കാഴ്ചകളും ഞാൻ എൻ്റെ ക്യാമറയിൽ എൻ്റെ മൊബൈലിലൊക്കെ എടുത്ത് ചെറിയ ചില ഭാഗങ്ങളുമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അകമല അമ്പലമാണ് കണ്ടത്. ഏകദേശം പാലക്കാട് റൂട്ട് പോകുമ്പോൾ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ കഴിയുക. നമ്മളുടെ ടൗൺ ഏരിയയിൽ നിന്ന് വിട്ട് പച്ചപ്പും പാടങ്ങളും നെൽവയലും എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാലക്കാടൻ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഈ വഴിയൊക്കെ തന്നെ പോകണം. ഏകദേശം ആലത്തൂർ ഭാഗമാണിത്. നമ്മളുടെ ആ ഒരു മനസ്സിന് കുളിർമയേകുന്ന ഒരു കാഴ്ചകളുണ്ടല്ലോ, അത് കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഗ്രാമങ്ങളിലേക്ക് തന്നെ യാത്ര ചെയ്യണം. അടിവാരം ഹോട്ടലിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ചെക്ക് പോസ്റ്റ് എൻട്രി ചെയ്യാണ്. വൺ ഡേ ട്രിപ്പ് പോകുന്നവർ ശ്രദ്ധിക്കണം, 3 മണിക്കുള്ളിൽ നമ്മൾ അങ്ങോട്ട് എൻട്രി ആവണം. വൈകിട്ട് 5 മണിക്ക് ശേഷം 5 മണിയുടെ സമയത്ത് നമ്മൾക്ക് തിരിച്ച് റിട്ടേൺ ഇറങ്ങുകയും വേണം. അപ്പൊ നമ്മൾ പോകുന്ന വഴിയിൽ പോത്തുണ്ടി ഡാമും പാർക്കും ഒക്കെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ കയറുന്നുള്ളൂ. അതിനു മുമ്പ് നമുക്ക് നെല്ലിയാമ്പതി അതുപോലെ സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഒക്കെ കവർ ചെയ്തിട്ട് വരാം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു യാത്രയാണ്. KSRTC യാത്രയെക്കുറിച്ച് ഇതുവരെയും പോവാത്ത ആൾക്കാർക്ക് KSRTC യാത്ര എങ്ങനെയായിരിക്കും എന്നുള്ള യാതൊരു ടെൻഷനും വേണ്ട. കാരണം നമ്മൾക്കെല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്ര തന്നെയാണ്. നമ്മൾ നമ്മുടെ ഫാമിലി എങ്ങനെ ഒരു യാത്ര പോകുന്നു അതേ വൈബ് തന്നെയാണ് അതിലുള്ള നമ്മളുടെ ഒപ്പം യാത്ര ചെയ്യുന്ന എല്ലാവരുമായിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ മനസ്സിനെ വളരെ ഹാപ്പി ആക്കുകയും ചെയ്യും. പുതിയ പുതിയ ആൾക്കാരെയാവും നമ്മൾ ഓരോ യാത്രയിലും പരിചയപ്പെടുക. എന്നാലും വളരെയധികം നമുക്ക് മനസ്സിന് കുളിർമയേകുന്ന ഒരു യാത്ര തന്നെയാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു KSRTC യാത്ര എന്ന് വിചാരിച്ചിട്ട് യാതൊരു ടെൻഷനും വേണ്ട. ഏകദേശം 10ഓളം ഹെയർ പിന്നുകൾ കയറിയിട്ട് വേണം നമ്മൾക്ക് നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട്. റോഡ് ചെറിയൊരു കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിലും എന്തായാലും നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു യാത്ര തന്നെയാണ്. ഒത്തിരി വ്യൂ പോയിന്റുകൾ നമുക്ക് കാണാം. പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ്. രണ്ട് സൈഡിലും പച്ചപ്പിന്റെ ആ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ യാത്രയിൽ കണ്ടതാണ് സിംഹവാലൻ കുരങ്ങ്. റോട്ടിൽ ഒത്തിരി കുരങ്ങുകളുണ്ട്. വൈൽഡ് ഫോട്ടോഗ്രാഫേഴ്സ് അവരുടെ ഫോട്ടോസ് എടുക്കാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് സൂം ചെയ്തിട്ട് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങളുടെ ഫോട്ടോസ് എടുത്തോ എന്ന് വിചാരിച്ചിട്ട് അവർ ഫോട്ടോയ്ക്ക് നന്നായിട്ട് പോസ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് സൈഡ് വ്യൂവിൽ കാണാനുണ്ട്. ഏകദേശം കോടയൊക്കെ ഉണ്ട് ആ സൈഡിൽ. നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. 14 മൈൽ നെല്ലിയാമ്പതിയിലെ മെയിൻ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ എൻട്രി ആയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കാണുന്ന ഒരു പ്രത്യേക കാഴ്ച നിങ്ങൾക്ക് ഇപ്പൊ കാണാം. ഇതാണ് എൻ്റെ സ്വർഗരാജ്യം, ഇത് മാത്രമാണ് എൻ്റെ സ്വർഗരാജ്യം. ഒരു അമ്മയും കുഞ്ഞും അച്ഛനും ഒരു ഫാമിലിയാണ് ആ ഇരിക്കണേ. നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെയാണോ നോക്കണേ അതേ ഒരു വൈബിലാണ്. ശരിക്കും എനിക്കത് കണ്ടപ്പോ മോളെയൊക്കെ ഞാൻ ഓർത്തുപോയി. കാരണം നമ്മളെങ്ങനെ പാലുകൂട്ടി നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കുന്നു അത് തന്നെയല്ലേ ഇപ്പൊ അവരും ചെയ്തുകൊണ്ടിരിക്കണേ. അവരുടെ ആ ഒരു കൊച്ചു സ്വർഗത്തിലേക്ക് നമ്മളാണ് കടന്നു ചെന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്. അവരവരുടേതായിട്ടുള്ള ഒരു ലോകത്താണ്. ആ ഫാമിലി അതിന് അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ലോകത്തേക്ക് നമ്മൾ അവരെ മാക്സിമം പോകുന്ന ആൾക്കാരെ അവരെ ശല്യം ചെയ്യാതിരിക്കുക. അവരവരുടെ ലോകത്ത് അവര് ഹാപ്പി ആയിട്ട് നിൽക്കട്ടെ. നമ്മളത് കണ്ടാൽ മതി. നമ്മുടെ ബസ്സിന്റെ മുകളിൽ കൂടെയൊക്കെ അവർ നടക്കുന്നുണ്ട്. എന്നാലും നമുക്ക് അധികം ശല്യമൊന്നും ഉണ്ടാക്കിയില്ല. ചെറിയ ചെറിയ സ്നാക്സുകളൊക്കെ അവർ എടുത്തുകൊണ്ട് പോയി. അവര് അറിയാതെ പെട്ടെന്ന് തുറന്നപ്പോൾ കൈ കിട്ടിയത് അവർ എടുത്തിട്ട് ഓടിയതാണ്. പിന്നീട് നമ്മൾ പോകുന്നത് ഗവൺമെന്റ് ഓറഞ്ച് വെജിറ്റബിൾ ഫാമിലേക്കാണ് കേട്ടോ. ഗവൺമെന്റിന്റെ ഓറഞ്ച് വെജിറ്റബിൾ ഫാമിലേക്കാണ്. അത്യാവശ്യം എന്തൊക്കെ ഓറഞ്ച് അവിടെ ഉണ്ടോ എന്താണ് അവിടെ ഉള്ളത് നമുക്ക് എൻട്രി ചെയ്തിട്ട് നോക്കാം. ചെറിയൊരു ടിക്കറ്റ് ഉണ്ട്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ചാർജ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഓറഞ്ച് ഫാമിന്റെ അകത്തേക്ക് കടന്നു. ആദ്യം തന്നെ നമുക്ക് ഒത്തിരി പൂക്കളും ചെടികളും ഒക്കെയാണ് കാണാനുള്ളത്. മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഓറഞ്ചൊക്കെ കാണുമെന്ന് വിചാരിക്കാം. ഓറഞ്ചിന് പകരം ബബ്ലൂസ് നാരങ്ങയോ മാതള നാരങ്ങ എന്തെന്നാ അതിനെ പറയാ, ഒരു വലിയ ടൈപ്പ് നാരങ്ങയില്ലേ അതൊക്കെ. എന്തായാലും നല്ല പുല്ലും നല്ല മഞ്ഞ പൂക്കളും ഉണ്ടായിരുന്നു കേട്ടോ. ഓറഞ്ച് ഒന്നും നമ്മൾ ഇതുവരെ കണ്ടില്ല. ഓറഞ്ച് ചെടികൾ മരങ്ങൾ മീൻസ് ഓറഞ്ച് മരങ്ങൾ ഇപ്പൊ ഉണ്ട് സൈഡിലൊക്കെ. ചെറി വേറെ എന്തൊക്കെയോ ഒരു ടൈപ്പ് ഫലങ്ങളൊക്കെയാണ്. നമുക്ക് കൂടുതലായിട്ട് അതിന്റെ നെയിമുകളൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്നാലും നമുക്ക് കാണാനുള്ള കാഴ്ചകളൊക്കെ അത്യാവശ്യം ഉണ്ട്. ഓറഞ്ചൊക്കെ ആയി വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. അവിടെ ഒരു ഏറുമാടം സെറ്റ് ചെയ്തിട്ടുണ്ട് അവര്. നല്ലൊരു വ്യൂ ആണ്. പക്ഷെ അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം സമയം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം അതിനകത്ത് കയറാനാണ് അവിടെ അധികം ആൾക്കാരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ.
നമ്മളെന്തായാലും അതിൽ കയറാൻ നിന്നില്ല. കാരണം ഒരാളുടെ കംഫർട്ട് അല്ലല്ലോ, നമ്മളൊപ്പം വന്നിട്ടുള്ള എല്ലാവരുടെയും ആ ഒരു കാര്യങ്ങൾ നോക്കണ്ടേ. പിന്നെ മുന്നോട്ട് പോണതിനനുസരിച്ച് ഒത്തിരി അവർ നന്നായി സെറ്റ് നീറ്റായിട്ട് നോക്കുന്നുണ്ട്. ഓറഞ്ചും കാര്യങ്ങളൊന്നും ഇപ്പൊ ആയിട്ടില്ലെങ്കിലും ഉള്ളതെല്ലാം നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുന്നുണ്ട്. ഒത്തിരി പൂക്കളെ നമുക്ക് കാണാം. ഡാലിയ, ഓർക്കിഡ്, അങ്ങനെയുള്ള പല വെറൈറ്റീസ്, ചെട്ടിപ്പൂവിന്റെ ഒക്കെ ഒത്തിരി തോട്ടങ്ങളുണ്ടായിരുന്നു. അപ്പൊ പലതരം വെറൈറ്റീസ് ഉള്ള പൂക്കളും ഇതൊക്കെ ഉണ്ട്. അമ്പൽക്കുളത്തിൽ നിറച്ച് ആമ്പലൊക്കെ നിൽക്കുന്നുണ്ട്. ദെൻ പാഷൻ ഫ്രൂട്ട്, അത് നമുക്ക് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും കാണാം. ഇപ്പൊ ഒരുവിധം വീടുകളുടെ പറമ്പുകളിലെല്ലാം പാഷൻ ഫ്രൂട്ട് അത്യാവശ്യം ഉണ്ട്. എന്റെ വീട്ടിലൊക്കെ ഉണ്ട് പാഷൻ ഫ്രൂട്ട്. ഒരുപാട് കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലാന്ന് തോന്നും. പക്ഷെ നമുക്ക് കിട്ടാതെ കിട്ടുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ആവുമ്പോൾ നമുക്ക് അതിനോടൊരു വിരക്തി തോന്നൂലോ. എന്തായാലും പാഷൻ ഫ്രൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ദേ ഓറഞ്ച് തോട്ടം, അല്ല സോറി, ഓറഞ്ച് പൂവ്, മറ്റേ ചെട്ടിപ്പൂവ്, ഓറഞ്ച് തോട്ടങ്ങള് എല്ലാം സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഓറഞ്ച് തീരെ കണ്ടില്ല. ഒരു മരത്തിലാണ് ഞാൻ സൂം ചെയ്തിട്ട് എനിക്ക് ഓറഞ്ച് കാണാൻ പറ്റിയത്. അതും പച്ചയാണ്, പഴുത്തിട്ടൊന്നുമില്ല. നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഓറഞ്ച് നിപ്പുണ്ട്, പക്ഷെ അത് പാകമായി പഴുത്തു വരുന്നേ ഉള്ളൂ. എന്തായാലും വെൽ മെയിൻറ്റെയിൻ ആയിട്ട് അവർ നോക്കുന്നുണ്ട്. പിന്നീട് അതിന്റെ സീസൺ ആവുമ്പോൾ ഓറഞ്ച് ഒക്കെ ഉണ്ടാവുമായിരിക്കും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറെ പൂക്കളാണ്, പലതരത്തിലുള്ള ഒത്തിരി പൂക്കളുണ്ടായിരുന്നു. ചെട്ടിപ്പൂവായാലും മറ്റുള്ള നമ്മൾ കാണാത്ത തരത്തിലുള്ള പല കളറുള്ള, ഒരു ഇലയാണോ പൂവാണോ എന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള കുറച്ച് പൂക്കളൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഏകദേശം നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു സ്ഥലമായിട്ടുണ്ട്. ഇനി അടുത്ത് തന്നെ അവിടെ ഫ്ലവർ ഷോ വരുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അറേഞ്ച് ചെയ്തിട്ടുള്ളതൊക്കെ ഫ്ലവർ ഷോയ്ക്ക് മുന്നോടിയായിട്ടാണെന്ന് അവർ പറഞ്ഞു. ഇത്രയൊക്കെ തന്നെ നമുക്ക് ആ ഓറഞ്ച് ഫാമിന്റെ ഉള്ളിൽ കാണാനുണ്ടായിരുന്നുള്ളൂ. നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് നമ്മുടെ ഇപ്പൊ പോകുന്ന യാത്ര, തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള ഒരു യാത്ര, നല്ല തണുത്ത കാറ്റ്, നല്ല തണുത്തൊരു ക്ലൈമറ്റ്, പുറത്തേക്ക് നോക്കുമ്പോഴാണെങ്കിൽ നമുക്ക് കണ്ണിന് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ഊട്ടി, മൂന്നാറ്, ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് തേയിലത്തോട്ടങ്ങളാണല്ലോ നമ്മുടെ ആദ്യം മനസ്സിലേക്ക് വരിക. ആ ഒരു വ്യൂ, അത് ഒരു പ്രത്യേക സന്തോഷല്ലേ നമ്മൾക്കത് കാണുമ്പോൾ. നിറച്ച് എങ്ങ് നോക്കിയാലും നമ്മുടെ ഈ പച്ചപ്പ്, അതും ഒരേ ലെവലിൽ വെട്ടി നിർത്തിയിട്ടുള്ളത് കൊണ്ട് അത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതൊക്കെ കാണാൻ തന്നെയാണല്ലോ നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുന്നത് തന്നെ. ആ ഒരു സൗന്ദര്യം അത് നമുക്ക് പറയുമ്പോഴല്ല, അത് നമ്മൾക്ക് കാണുമ്പോഴാണ് അത് നമുക്ക് ഫീൽ ചെയ്യുക. ആ ഒരു ക്ലൈമറ്റും ആ ഒരു തണുപ്പും എല്ലാം കൂടെ നമുക്കിപ്പോൾ എൻട്രി ചെയ്യാനുള്ളത് പോപ്സ് ഗ്രൂപ്പിന്റെ എസ്റ്റേറ്റിലേക്കാണ് നമ്മൾ എൻട്രി ആവുന്നത്. അതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ടാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സീതാർകുണ്ട് വ്യൂ പോയിന്റ് ആണ് നമുക്ക് കാണാനുള്ളത്. അത് നമ്മൾ ആ ഉള്ളിലേക്ക് പോയി ഈ സീതാർകുണ്ട് വ്യൂ പോയിന്റിന് അവിടെയും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇതിന് പോയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം, പോവാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. ഞാൻ കണ്ട കാഴ്ചകളാണ് പറയുന്നത്. നമ്മൾ തേയിലത്തോട്ടത്തിൽ നിന്ന് നേരെ പോണത് കാപ്പിത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെയാണ് നമ്മളിപ്പോ പോയോണ്ടിരിക്കുന്നത്. ഇതാണ് സീതാർകുണ്ടിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് വ്യൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. ഈ ചെറിയൊരു തണുത്ത കാറ്റുണ്ടല്ലോ, ആ ഒരു തണുത്ത കാറ്റിലെ ആ തേയിലത്തുമ്പുകളൊക്കെ ഇളകിയിട്ട് വ്യൂ അത് പോയിന്റിൽ നമുക്ക് അത്യാവശ്യം പറയുമ്പോഴല്ല, അത് നമ്മൾക്ക് ആ ഒരു ഫീലിങ്സിൽ അവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റും. യാത്രകൾ പോകാൻ പറ്റിയ അവസരങ്ങളിലൊക്കെ നിങ്ങൾ പോകണം. നമ്മൾക്ക് നാളെ ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, ഇപ്പൊ ഇതുപോലത്തെ തനിച്ചു വന്ന എത്ര യാത്രക്കാരുണ്ടെന്നറിയാം നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെ. അപ്പൊ അത് യാത്രയെ സ്നേഹിക്കുന്നവരാണ്. നമ്മൾക്ക് പറ്റും, അത് നമ്മൾ മാക്സിമം അതിന് ശ്രമിക്കുക. നമ്മളുടെ സീതാർകുണ്ട് വ്യൂ പോയിന്റ് ആണ്. രാമായണമായിട്ട് എന്തോ ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. സീതാദേവിയും രാമലക്ഷ്മണന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടോ, അങ്ങനെ സീതാദേവി എന്തോ പ്രാർത്ഥിച്ചത് കൊണ്ടൊക്കെയാണ് സീതാർകുണ്ട് എന്ന ഒരു പേര് വന്നതെന്നൊക്കെ എവിടെയൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട്. കറക്റ്റ് ആണോന്നൊന്നും എനിക്കറിയില്ല. അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മുടെ വാനര സംഘങ്ങള് അത്യാവശ്യമുണ്ട്. നമ്മളെ ആരെയും ഉപദ്രവിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇതാണ് അവിടുത്തെ മെയിൻ ഐക്കൺ ആയിട്ടുള്ള നെല്ലിമരം. അതുകൊണ്ടാണോ നെല്ലിയാമ്പതി എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഇവിടുന്നുള്ള ആ വ്യൂല് നമുക്ക് നോക്കുമ്പോൾ ഏകദേശം പാലക്കാട് ടൗൺ മൊത്തത്തിൽ കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. പക്ഷെ ചെറിയ ഒരു പുകപടലം ഉണ്ടായിരുന്നു. കോടയുടെ ആണെന്ന് തോന്നുന്നു. നമുക്ക് കറക്റ്റ് വിഷ്വൽ ഒന്നും ആയിരുന്നില്ല. നൈസ് ആയിട്ടുള്ള ഒരു പുക, ഒരു മഞ്ഞിന്റെ ഒരു മറ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചു പോകുന്ന ഒരു സ്ഥലവും മൊത്തത്തിൽ നമ്മളെ തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. അതിന്റെ ഇടയിൽ കൂടെയുള്ള യാത്രകൾ തന്നെയാണ് നമ്മൾ അധികം. വേറെ പ്രത്യേകിച്ച് മെയിൻ ആയിട്ട് അവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. വേറെ ഒന്ന് രണ്ട് വ്യൂകളൊക്കെ ഉണ്ട്. നമ്മൾക്ക് വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തിരിച്ചിറങ്ങി നമ്മുടെ കറക്റ്റ് ടൈമിങ്ങിന് റിട്ടേൺ എത്തുകയും വേണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ സ്ഥലത്തും കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചിറങ്ങി. ഈ പോകുന്ന യാത്രയിൽ തന്നെ നമ്മളുടെ ഒത്തിരി മനസ്സിന് റിലാക്സേഷൻ തരുന്ന കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും.
ഒരു യാത്ര പോകുമ്പോഴേ നമുക്ക് അതിന്റെ ആ ഒരു മനസ്സിന്റെ ആ ഒരു കുളിർമ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ എത്ര പറഞ്ഞു തന്നാലും നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു യാത്രയുടെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു സുഖം അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുക. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കേശവൻ പാറയിലേക്കാണ്. ഇതുപോലെ നെല്ലിയാമ്പതിയിലെ വേറൊരു മെയിൻ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേശവൻ പാറ. നമ്മൾ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്ത് കുറച്ച് ഉള്ളിലേക്ക് നടക്കാനുണ്ട്. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എൻട്രി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് പറയുന്നത് ക്യാഷ് പേയ്മെന്റ് ഇല്ല, കാർഡ് ഓർ UPI പേയ്മെന്റുകളാണ്. അത് എപ്പോഴും നോട്ട് ചെയ്യണം. മലമുഴക്കി വേഴാമ്പല് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതിന്റെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ആരെയും കണ്ടില്ല. പക്ഷെ നടന്ന് പോവാൻ കുറച്ചുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം. കാരണം പ്ലെയിൻ ആയിട്ടുള്ള റോഡല്ല, ചെറിയ ചെറിയ ഉരുളൻ കല്ലുകളൊക്കെ ഉള്ള ഒരു വഴിയാണ്, നടവഴിയാണ്. ഗവൺമെന്റിന്റെ എന്തോ ഒരു ബിൽഡിംഗ് അവിടെ പണി കഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. പക്ഷെ കാട് പിടിച്ച് കിടക്കുകയാണ്. എന്താണ് സംഭവം എന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഇതാണ് കേശവൻപാറ. കേശവൻപാറയുടെ മുകളിലേക്ക് കുറച്ച് നടന്ന് കയറാനുണ്ട്. പക്ഷെ അവിടെ കയറി നിന്ന് നോക്കിയാൽ പോത്തുണ്ടി ഡാമിന്റെ എല്ലാത്തിന്റെയും നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ട് മൊത്തത്തിൽ നമുക്ക് ആ പാറയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചുറ്റും കാണുന്ന കാഴ്ചകൾ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നല്ലോണം കുറച്ചങ്ങോട്ട് നടന്ന് ഇറങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പോത്തുണ്ടി ഡാമിന്റെ നല്ലൊരു വ്യൂ ആണ്. പക്ഷെ ഒരു ചെറിയൊരു ചെരിവൊക്കെ ഉണ്ട്. ഞാൻ മാക്സിമം നമ്മൾ അത്രയും അങ്ങോട്ടൊന്നും ഇറങ്ങി പോയില്ല. എന്നാലും എനിക്ക് പറ്റാവുന്ന ഒരു സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ നിന്നിട്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ച സമയം ആയിരുന്നാൽ കൂടെ അത്യാവശ്യം ആളുകളൊക്കെ അവിടെ ഉണ്ട്. ഫാമിലീസും ഫ്രണ്ട്സായിട്ടും കുട്ടികളായിട്ടും കുറെ പേര് നമ്മളുടെ നേരം പോക്കിന് വന്നിരുന്ന് സംസാരിക്കാൻ, കുറച്ചു നേരം ചില്ല് ചെയ്യാം, കുറച്ചു നേരം കഥകളൊക്കെ പറഞ്ഞിരിക്കാം. അങ്ങനെയുള്ള ആ ഒരു വൈബിലെത്തിയിട്ടുള്ള ഒത്തിരി പേര് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നമുക്ക് അങ്ങ് ദൂരത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പോത്തുണ്ടി ഡാമിന്റെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ. നല്ല തിരക്കുണ്ട്. അപ്പൊ ഏകദേശം ഇങ്ങനെ ഇരിക്കുന്ന ഒരു പാറപ്പുറത്ത് ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ മനസ്സിലാവൂലോ വെയിലിന് ചൂടൊന്നും ഇല്ലെങ്കിൽ. ഈ പാറപ്പുറത്ത് വെയിൽ ചൂടായിട്ട് ആരും അത് ഇരിക്കുന്നില്ല. അപ്പൊ അത്രയും നൈസ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇത്രയും കാണാനുള്ള കാഴ്ചകളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അങ്ങനെ ആ ഒരു യാത്ര കഴിഞ്ഞ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അവിടുന്ന് നമ്മൾ യാത്ര തിരിച്ചു. ഇനി നമ്മൾക്ക് പോകാനുള്ള ഒരു പോയിന്റും കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ പോത്തുണ്ടി ഡാമും അവിടെ ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് റിട്ടേൺ ആയിട്ട് നമ്മൾ അങ്ങോട്ട് പോവാന്നാണ് വിചാരിച്ചത്. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് പോത്തുണ്ടി ഡാമിലേക്കാണ്. ഏകദേശം വൈകിട്ട് 5:30-6 മണി വരെ 5:30 വരെ എങ്ങാണ്ട് ഉള്ളു തോന്നുന്നുണ്ട് എൻട്രി. എന്തായാലും അതിന്റെ ഉള്ളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ആ റോഡിൽ കൂടെ കുതിര സവാരി ഉണ്ട്. പക്ഷെ കുറച്ചും കൂടി ഇരുട്ടായി കഴിഞ്ഞാൽ ഇതിനകത്ത് മൊത്തത്തില് മാലബൾബാണ് കേട്ടോ. നല്ല ആ ഒരു സന്ധ്യ സമയത്ത് നമുക്കത് കാണാൻ നല്ല വൈബുണ്ടായിരുന്നു. ഇപ്പൊ വഴിയോര കച്ചവടങ്ങളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവിടെ. നമുക്ക് എന്തായാലും ഡാമിന്റെ ഉള്ളിലേക്ക് എൻട്രി ആവാം. ഇതും കാലുവേദനയുള്ള ആൾക്കാര് ശ്രദ്ധിക്കണം. കാരണം കുറച്ച് ചെറുതായിട്ട് സ്റ്റെപ്പ് കയറാനുണ്ട് ഡാമിന്റെ മുകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. എന്റെ കൂടെ വന്ന 2 പേർക്ക് ചെറിയ ചില ബുദ്ധിമുട്ട് കാരണം മുകളിലേക്ക് വന്നില്ല. ഞാൻ എന്തായാലും പോയിട്ട് വരാന്ന് വിചാരിച്ചു. കണ്ടോ, ഏകദേശം അത്യാവശ്യം സ്റ്റെപ്പ് കയറിയാലേ നമുക്ക് ഡാമിന്റെ ടോപ്പ് വ്യൂവിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ അവിടെയും കണ്ടൊരു മനോഹരമായിട്ടുള്ള കാഴ്ച ഈ സൈഡിൽ നിൽക്കുന്ന ഈ പുല്ലില്ലേ, അത് ഈ ചെറിയൊരു വെയിലിന്റെ നാളും ആ പുല്ലിന്റെ കളറും എല്ലാം കൂടെ ആകുമ്പോൾ അത് കാണാനും ഒരു പ്രത്യേക ലുക്കായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. നമുക്കൊരു സിനിമ ഷൂട്ടിംഗ് അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ ഒരു സെറ്റാണ് ആ ഒരു സീൻ. ഇതാണ് ഡാമിന്റെ മുകളിലുള്ള ആ ഒരു വ്യൂ. ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാലുവേദനയൊന്നും ഇല്ലാത്ത ആൾക്കാർ, കയറാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർക്ക് ഡാമിന്റെ മുകളിൽ പോയി നിന്ന് അത്യാവശ്യം നല്ലൊരു സീനറി ഒക്കെ നമുക്ക് കാണാം. ഡാമിന്റെ മുകളിലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ നെല്ലിയാമ്പതി വന്നു. കണ്ട കാഴ്ചകളെല്ലാം മനോഹരം. ഇനി കാണാനിരിക്കുന്നത് അതിമനോഹരം എന്ന് പറഞ്ഞ പോലെ എല്ലാതും നമ്മൾക്ക് ഒന്നിനും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. എല്ലാ യാത്രകളും വളരെ സന്തോഷമായിരുന്നു. യാത്രകൾ പോണം, നിങ്ങളും പോണം. ഓരോ യാത്രകളും നമുക്ക് വളരെ സന്തോഷമാക്കും. പാർക്ക് ഡാമിനോട് ചേർന്ന് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്ക്, സൈക്ലിങ്, സ്കിപ്പ് ലൈൻ, അങ്ങനെ ഒത്തിരി ഒത്തിരി ആക്ടിവിറ്റീസ് അതിന്റെ ഉള്ളിലുണ്ട്. നമ്മളുടെ യാത്ര ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ. എന്തായാലും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളും എൻ്റെ കൂടെ വേണം. ഇതുവരെയും ചാനൽ സപ്പോർട്ട് ചെയ്തവരാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. ബൈ.